മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലെ BJPയിലും ഉണ്ടാകും. കേരളത്തിലെ BJP കാര്യങ്ങളിലും ഇനി കൈലാസനാഥന്റെ കണ്ണുണ്ടാകും. കൈലാസനാഥനെ പൊതുരംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കൈലാസനാഥനെ നിയോഗിച്ചതും ശ്രദ്ധേയമാണ്. കൈലാസനാഥനെ മലയാളിയെന്ന പരിഗണനയിലാണ് ലഫ്റ്റനന്റ് ഗവർണർ ആക്കിയതെങ്കിൽ ഇനി ഒരാൾക്ക് കേരളത്തിൽ നിന്നും ഗവർണർ പദവി കിട്ടാൻ സാധ്യത കുറവാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ കൈലാസനാഥൻ. കോഴിക്കോട് വടകര സ്വദേശിയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് കഴിഞ്ഞ മാസമാണ് വിരമിച്ചത്. പിന്നാലെ തന്നെ പുതിയ പദവി നൽകി തന്റെ വിശ്വസ്തനാണ് കൈലാസനാഥനെന്ന സന്ദേശം നൽകുക കൂടിയാണ് BJP ദേശീയ നേതൃത്വം. രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായ കൈലാസനാഥനാണ് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെ പോലും BJPയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതെന്ന് പ്രചരണമുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ദക്ഷിണേന്ത്യയിലെ താക്കോൽ സ്ഥാനത്ത് കൈലാസനാഥനെ നിയോഗിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ ഗവർണർമാരെ നിയമിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടക്കം കാലാവധി പൂർത്തിയാകും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ കാലാവധി ഉടൻ തീരും. ഈ സമയം ഒരു മലയാളിയെ കൂടി ഗവർണറാക്കുമെന്ന അഭ്യൂഹമുണ്ട്. K രാമൻപിള്ള, കുമ്മനം രാജശേഖരൻ, പത്മജ വേണുഗോപാൽ തുടങ്ങി നിരവധി പേരുകൾ പരിഗണനയിലുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര വില്യാപ്പള്ളി പരേതനായ കുനിയിൽ ഗോവിന്ദന്റെയും കാർത്തികപ്പള്ളി നരീണംപുറത്ത് ലീലയുടെയും മകനാണ്. 1979 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം സർവീസിൽ നിന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷവും ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടർന്നു. നിർണായക കാര്യങ്ങളിൽ മോദിയുടെ വിശ്വസ്തനായ ഉപദേഷ്ടാവായി. ഗുജറാത്തിൽ 30 വർഷത്തിൽ സേവനകാലത്തിനിടയിൽ പല പ്രധാന പദവികളും കൈലാസനാഥൻ വഹിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ, ഗുജറാത്ത് ഫിനാൻഷ്യൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ, ഗുജറാത്ത് മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ടെങ്കിലും മോദിയുടെ ഓഫീസിലെത്തിയതോടെയാണ് കരുത്തനായത്. മാരിടൈം ബോർഡിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഗുജറാത്തിലെ തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഡൽഹിയിലേക്ക് പോകാതെ ഗുജറാത്തിൽ തുടർന്ന് മോദിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി. അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ പദവികളടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷമായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചത്. നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ ഗുജറാത്തിൽ മോദി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ തുടർ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചു. 2006 മുതൽ 2024 വരെ 18 വർഷമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഓഫീസിന്റെ ചുമതല അദ്ദേഹം നിർവഹിച്ചത്. നരേന്ദ്രമോദി അടക്കം 4 മുഖ്യമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ച പരിചയസമ്പത്തുമായാണ് പുതുച്ചേരിയിലേക്ക് കൈലാസനാഥൻ എത്തിയത്. സർദാർ സരോവർ നർമ്മദ നിഗം ലിമിറ്റഡിന്റെ ചെയർമാനായും ഗാന്ധി ആശ്രമം പുനർനിർമ്മാണ പദ്ധതിയുടെ കൗൺസിൽ അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുന്നു.